BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടല്ല. ഐക്യ ജനതാദൾ മുന്നണി വിടുകയാണ്. അതിനോടൊപ്പം തന്നെ ഷിൻഡെ വിഭാഗവും മുന്നണി വിടാൻ ഒരുങ്ങുകയാണ്. 12ഉം 7ഉം ചേർന്ന് 19 MP-മാർ ഒറ്റയടിക്ക് BJP പാളയത്തിൽ നിന്നും ഇന്ത്യ മുന്നണിയിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നു. ഷിൻഡെ ഉദ്ധവ് താക്കറെയുമായി സംസാരിച്ച് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവാക്കാൻ ഉദ്ധവ് സമ്മതിക്കുകയാണെങ്കിൽ വീണ്ടും ആ മഹാലയനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം. നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടിയാണിത്. ഒരറ്റത്ത് എല്ലാ തരത്തിലും അധികാരം രാജ്യസഭയിൽ പൂർണ്ണമായും നേടിയെടുത്തുകൊണ്ട് ഭരണഘടനയെ അട്ടിമറിക്കാൻ മറ്റേതെങ്കിലും സംവിധാനമുണ്ടോ എന്നുള്ള കുത്തിത്തിരിപ്പാണ് BJP പ്ലാൻ ചെയ്യുന്നത്. അതിനാണ് വൺ ഇലക്ഷൻ വൺ നേഷൻ. നടക്കില്ല എന്ന് കണ്ടപ്പോൾ, പ്രത്യേകിച്ചും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൃത്യമായി തീരുമാനമെടുക്കുന്ന രീതിയിൽ ആ കമ്മിറ്റിയിലേക്ക് ഈ സുപ്രധാന നിയമ വിഷയങ്ങൾ എല്ലാം വരുമ്പോൾ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. എന്നാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ്. ആ അവിശ്വാസ പ്രമേയം പാസ്സായാൽ, സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായാൽ, രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കും. എല്ലാം വളരെ പെട്ടെന്നാണ്, ത്വരിതപ്പെടുത്തിയാണ് ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നത്. അധികം നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ ചർച്ചകൾക്കും അതുപോലെ തന്നെ സംവാദങ്ങൾക്കും ഇട കൊടുക്കാതെ ഗോദി മീഡിയകൾ വൻതോതിൽ സംരക്ഷണ കവചം ഒരുക്കുന്നതിന് മുമ്പ് തന്നെ മോദിയെ താഴിറക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ അത് വൻ വിജയം തന്നെയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നിതീഷിനെ കൈവിട്ടതുപോലെ ഷിൻഡെയെ കൂടി കൈവിടുമ്പോൾ കാര്യങ്ങൾ അവതാളത്തിലാകും. സ്വതന്ത്ര MP-മാരെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരം നിലനിർത്താം എന്ന് വിചാരിച്ചാൽ ഈ അവിശ്വാസ പ്രമേയം അതിജീവിക്കാനുള്ള കെൽപ്പ് നരേന്ദ്രമോദിക്കുണ്ടോ എന്ന വലിയ ചോദ്യം അവിടെ ബാക്കി കിടക്കുകയാണ്. ISR കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുന്നു. അത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം പല സംസ്ഥാനങ്ങളിലായി ഉണ്ടാവുകയും BJP പാളയത്തിൽ തന്നെ പട എന്ന സവിശേഷമായ ഒരു സംഗതി വരികയും ചെയ്യുമ്പോൾ ഇതിനെ മാറ്റിമറിക്കാനുള്ള മാജിക് ഒന്നും 74 വയസ്സുള്ള നരേന്ദ്രമോദിയുടെ പക്കലില്ല. 56 ഇഞ്ച് വിരിമാറ് കാണിച്ച് ഞെട്ടിപ്പിച്ച് കളയാം എന്നുള്ള തന്ത്രമൊന്നും ഇനി ചിലവാകുകയില്ല.